പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പാകിസ്ഥാന്റെ സ്ഥിതി വളരെ മോശമാണ്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ അവിടുത്തെ കാര്യങ്ങൾ. ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ, ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന പല ഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെ അവരെ ആദ്യം സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനിന് പിന്നീട് അവരുടെ പരിപൂർണമായ നിയന്ത്രണത്തിൽ നിൽക്കാത്തതും, അവരുടെ ഭരണ നേതൃത്വം അത് ഭീകര സംഘടനകൾക്ക് നിയന്ത്രണമുള്ള ആളുകൾ കൈയാളുന്നതുമൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടതാണ്. ലോകമാകെ അത് ചർച്ച ചെയ്തതാണ്. ലോക ഫോറങ്ങളിൽ നമ്മുടെ രാജ്യം അത് എതിർത്തതുമാണ്. ഇപ്പോൾ നടന്ന ഈ ആക്രമണം, ഇപ്പോൾ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF എന്നൊരു സംഘടനയുടെ പേരാണ് കേൾക്കുന്നത്. അവർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുകയായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തമുണ്ടാകണം. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇത് ഒരു തട്ടിപ്പ് സംഘടനയുടെ പേരാണ്. ഇത് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് ലഷ്കർ എ തോയ്ബയുടെ തന്നെ വേറൊരു രൂപം മാത്രമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, പാകിസ്ഥാൻ ധാരാളം ഇതുപോലത്തെ ഭീകരവാദ സംഘടനകളെ സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ എയ്ഡ് കുറഞ്ഞു വന്നു. അപ്പം ഈ ലഷ്കർ എ തോയ്ബ ആയാലും ശരി, ഹിസ്ബുൽ മുജാഹിദ്ദീൻ ആയാലും ശരി, അൽ ഖൈദ ആയാലും ശരി, താലിബാൻ ആയാലും ശരി, ഇവരൊക്കെ ഡയറക്റ്റ് ആയിട്ട് കേൾക്കാം, അങ്ങ് തുടർന്നോളൂ. ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോഴാണ് ഈ ലഷ്കർ എ തോയ്ബയുടെ പേര് മാറ്റിയിട്ട് അവർ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുള്ള പേരിട്ടു. അപ്പൊ ഗ്രൂപ്പുകളാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലഷ്കർ എ തോയ്ബ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലടക്കം ഇന്ത്യയിൽ പലയിടത്തും ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടുള്ള സംഘടനകൾ പല വേരുകളിൽ, പല വിലാസങ്ങളിൽ, പലയിടങ്ങളിൽ, പലതരത്തിൽ ഓപ്പറേറ്റ് ഉണ്ട്. കേരളത്തിൽ പോലും പല തീവ്രവാദ കേസുകളുണ്ട്. അതിന്റെ ചരിത്രത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അതിന്റെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ഉൾപ്പെടെ കേരളവുമായി ബന്ധപ്പെട്ട് കർണാടകത്തിന്റെയും ഒക്കെ ബോർഡറിൽ, ഭട്കലടക്കമുള്ള മേഖലയിലൊക്കെ പഴയ പല വിവരങ്ങളുമുണ്ട്, പല ആളുകളുടെയും ചരിത്രമുണ്ട്. അതിലേക്കൊന്നും തിരഞ്ഞു പോകേണ്ടല്ല. ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ സംഘടനകൾക്ക് ജീവൻ വയ്ക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആശങ്ക ഈ ആക്രമണത്തിൽ അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ഈ ടെററിസ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി. നമുക്ക് ഒരിക്കലും അതിനെ സീറോ ആക്കാൻ പറ്റത്തില്ല. സീറോ ആക്കാൻ പറ്റാത്ത വെച്ചാൽ ലോകത്തെ എവിടെ നോക്കിയാലും, ഏതൊരു രാജ്യത്ത് നോക്കിയാലും ശരി, ഒരു രാജ്യവും ഭീകരവാദത്തിന് സീറോ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അങ്ങനെയുള്ള ഒരു ക്യാൻസറാണ് ഈ ഭീകരവാദം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമേ പോകാൻ സാധിക്കൂ. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയ്ക്ക് കശ്മീരിലും നോർത്ത് ഈസ്റ്റിലും അല്ലാതെ വേറെ വലിയ രീതിയിലുള്ള ഒരു മുംബൈ അറ്റാക്ക് പോലുള്ള കാര്യം ഇതുവരെ നടന്നിട്ടില്ല. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. സെക്യൂരിറ്റി ഫോഴ്സസിന്റെ വളരെ ജാഗ്രതയാണ്, ഇന്റലിജൻസ് ഏജൻസീസിന്റെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയാണ്. അതെല്ലാം ആണെങ്കിൽ തന്നെ അങ്ങനത്തെ ഉള്ള ഒരു കാര്യം നടന്നിട്ടില്ല. അപ്പൊ കശ്മീരിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നത് കാരണം കശ്മീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അത് സ്വന്തം പാകിസ്ഥാൻ ആർമിയുടെ പ്രശ്നമാണ്. പാകിസ്ഥാൻ ജനതയ്ക്കൊന്നും അത്ര ഒരു ഇതില്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ ആർമിയെ സംബന്ധിച്ചോളം ഭാരതമായിട്ട് എപ്പോഴും അവർക്ക് ശത്രു രാജ്യമായിട്ട് കണ്ടേ തീരൂ. കാരണം അവരുടെ ആളുകളുടെ ഇടയ്ക്ക് പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു പ്രസക്തി വേണമെങ്കിൽ അവർക്ക് ശത്രു വേണം. ആ ശത്രു ഭാരതമാണ്. ആ ഭാരതത്തിന്റെ ശത്രുതയിലെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കശ്മീരാണ്. അപ്പൊ കശ്മീർ ഇഷ്യൂ എപ്പോഴും ഇങ്ങനെ കത്തിച്ചു നിൽക്കുക എന്നുള്ളത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആവശ്യമാണ്. ശരിയാണ്. അനന്തര കാലത്ത് എല്ലായിടത്തും ഈ ലോകവേദികളിൽ ഉൾപ്പെടെ കശ്മീർ എന്നത് തർക്കഭൂമിയാണ്, തർക്കമേഖലയാണ്, അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നു. അങ്ങനെ പലതരത്തിൽ നമ്മളെ ദുർബലപ്പെടുത്താൻ, വിഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് പാകിസ്ഥാൻ നോക്കുകയും എല്ലാ ഘട്ടത്തിലും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാകും നമ്മുടെ ഒരു തിരിച്ചടി? എങ്ങനെ ഇപ്പോഴുണ്ടായ സംഭവത്തെ നമ്മൾ മറികടന്ന് മുന്നോട്ട് ശക്തമായി പോകും എന്നാണ് അങ്ങ് തോന്നുന്നത്? കാരണം അങ്ങ് ഈ സൈന്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പദവി വഹിച്ച ആളാണ്. ഏതരത്തിലായി ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, സമാനതകളില്ലാത്ത ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജമ്മു കശ്മീരിന്റെ ആകെ, രാജ്യത്തിന്റെ ആകെ സുരക്ഷാ ആംഗിളിൽ മുന്നോട്ട് പോവുക? ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു ടെറർ അറ്റാക്കിന്റെ മറുപടി. രണ്ടാമതായിട്ട് ഈ കശ്മീരിനെ സംബന്ധിച്ചോളം ഒരു ലോങ് ടേം ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ഈ ഗവൺമെന്റ് ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഊറി നടന്നു, സർജിക്കൽ സ്ട്രൈക്ക് നടന്നു, പുൽവാമ നടന്നു, പാലക്കോട്ട് എയർ സ്ട്രൈക്ക് നടന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അത് കശ്മീരിനെ സംബന്ധിച്ചോളം ഒരു ലക്ഷ്മണ രേഖയുണ്ട്, ഒരു ത്രഷോൾഡ് ഉണ്ട്. അത് ക്രോസ് ചെയ്താൽ ഏത് ഗവൺമെന്റ് ആയാലും ശരി, അത് ഡിസൈസീവ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള കാരണം ആർമിക്ക് ആ പവർ ഉണ്ട്, ആർമിക്ക് അതിന്റെ കാപ്പബിലിറ്റി ഉണ്ട്.
റെഡ് ബോർഡർ എന്നൊക്കെ പറയുന്ന ചുവപ്പ് ലൈൻ, ആ ലൈൻ ലംഘിക്കുന്ന അതിനെ വളരെ ക്രോസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഈ തീവ്രവാദികളുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായത്. നമ്മൾ തിരിച്ച് എങ്ങനെ അത് കൗണ്ടർ അറ്റാക്ക് നടത്തും, എങ്ങനെ ജമ്മു കശ്മീരിന്റെ സുരക്ഷ ഉറപ്പാക്കും, പ്രത്യേകിച്ച് നേരത്തെ ആദ്യം നമ്മൾ തുടങ്ങിയ പോയിന്റിലേക്ക്. ഇപ്പോൾ വേനലവധിക്കാലമാണ്, രാജ്യത്താകെയുള്ള ടൂറിസ്റ്റുകൾക്ക് ജമ്മു കശ്മീരിലേക്ക് വരാൻ കഴിയുന്ന നല്ല അന്തരീക്ഷമാണ്, വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരുണ്ട്. ജമ്മു കശ്മീരിന്റെ ആംഗിളിൽ അവിടെ സ്വയം പര്യാപ്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ ടൂറിസം ബൂം ചെയ്യുന്നതിനിടയിലാണ്. എങ്ങനെ നമ്മൾ ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകും? ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തായാലും ഇതിനൊരു തിരിച്ചടി കിട്ടും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അത് എപ്പോൾ, എങ്ങനെ, എവിടെ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ തിരിച്ചടി ഡെഫിനറ്റ് ആയിട്ട് പോകും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. രണ്ടാമതായിട്ട് കശ്മീരിന്റെ ഉള്ളിൽ തന്നെ എനിക്കൊന്ന് അങ്ങനെയൊക്കെ റിപ്പോർട്ടേഴ്സ് ചിലപ്പോൾ ഓൾറെഡി അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കാണും. കശ്മീരിന്റെ ഉള്ളിൽ തന്നെ അവിടുത്തെ ആളുകൾ പ്രതിഷേധമായിട്ട് പുറത്തു വരികയാണ്. അതായത് അവരുടെ ജീവിത മാർഗങ്ങളാണ് ഈ ടെററിസ്റ്റ് ഇല്ലാതാക്കുന്നത്. ടൂറിസ്റ്റുകൾ വന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്, എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ഞാൻ മീഡിയയിൽ നിന്ന് കാണുന്ന റിപ്പോർട്ട്, കശ്മീരികൾ തന്നെ ധാരാളം ആളുകൾ ഇതിന്റെ പ്രതിഷേധമായിട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പം ഓൾറെഡി ചെറിയ സപ്പോർട്ട് പോലും അവർക്ക് ഇല്ലാതാവുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് കശ്മീരിൽ പഴയ പോലെ ആളുകളെ വിധിയാക്കി ആളുകൾക്ക് എന്തെങ്കിലും ഒക്കെ പാകിസ്ഥാന്റെ ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല. ഇത് ഒരു ശരിയാണ്, വലിയൊരു സംഭവമാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റും നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ടൂറിസത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയാണ്. കാരണം ആളുകൾക്ക് അവരുടെ ജീവനാണ് പ്രധാനമായിട്ട് വലുത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള ലക്ഷ്യത്തിലായിട്ടുള്ള കാര്യങ്ങൾ. ഏതായാലും നമ്മൾ അതിജീവിക്കും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് നമ്മുടെ രാജ്യത്തിന്റെ ആകെ വികാരവും നമ്മുടെ രാജ്യത്തിന്റെ ആകെ പോളിസിയും അതുതന്നെയാണ്. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ ഒരു സംഘടന നടത്തിയ ആക്രമണമാണ്. ആ വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമാണ് ഒരു ഞെട്ടൽ. പക്ഷേ ഇതിന് മറികടക്കം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ശ്രീനഗറിലുണ്ട്. ഉന്നതതല യോഗം അവിടെ